പ്രൈസ് ലോർഡ്. റോമക്കാരുടെ ലേഖനം 8:28 പ്രകാരം പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഈ വചനം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേവലം ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും 3 മക്കളും അമ്മാമ്മയോടുന്ന കുടുംബമാണ് ഞങ്ങളുടേത്. കൂലിപ്പണി ചെയ്യുന്ന മാതാപിതാക്കള്. അതിൽ മൂത്തയാളാണ് ഞാൻ. ഞങ്ങൾ വളരെ സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കങ്ങളുണ്ടെങ്കിലും വളരെ സന്തോഷത്തിലും സമാധാനത്തിലും കഴിഞ്ഞു പോരുന്നൊരു കുടുംബമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ അന്നവിടെ ഭവനമായിരിക്കും. ഭൂമിയിലെ സ്വർഗമാണ് ഭവനം എന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ ഒട്ടും പിന്നിലല്ലാത്ത വിധം വളരെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു കുടുംബത്തിൽ ജനിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. അങ്ങനെ ഞങ്ങളുടെ ബാല്യകാലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞങ്ങൾ 8 മണി എന്ന് പറഞ്ഞൊരു സമയമുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ആരംഭിക്കും. അതിലേറ്റവും മുൻകൈ എടുക്കുക എന്നെ തുടങ്ങാനായിട്ട് ഞങ്ങൾ വിളിക്കുകയാണ് അപ്പച്ചനായിരുന്നു. 8 മണി പള്ളിയിൽ അടിക്കുമ്പോൾ അപ്പച്ചൻ എത്രമാത്രം ഞങ്ങൾ തിരക്ക് പഠിക്കുന്നവരാണെങ്കിലും എങ്ങനെ തിരക്കുള്ള അവസ്ഥയിലാണെങ്കിലും ഏത് വിശേഷമാണെങ്കിലും ആരൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിലും 8 മണി പള്ളിയിൽ അടിച്ചാൽ ഉടനെ തന്നെ അപ്പച്ചൻ പറയും, നമുക്ക് പ്രാർത്ഥന ചെല്ലാം, അത് കഴിഞ്ഞിട്ട് മതി മറ്റെല്ലാ കാര്യങ്ങളും. അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു കുടുംബ ജീവിതം നയിക്കുന്ന ഞങ്ങളൊരു കുടുംബം, അതുമാത്രം പ്രാർത്ഥനയിൽ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. പ്രാർത്ഥന വിശുദ്ധ ബലി അർപ്പിക്കാൻ തന്നെ ഞാൻ കാണുന്നത് ഏറ്റവും ഭക്തിയോടുകൂടി ഒരു വിശുദ്ധ ബലി അർപ്പിക്കാൻ എങ്ങനെയാണ് എന്ന് പഠിച്ചത് എൻ്റെ അപ്പച്ചൻ ബലി അർപ്പിക്കാനായി നിൽക്കുന്ന ആ നിൽപ്പും ഇന്നെൻ്റെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്ന ഒരു സംഭവമാണ്. വിദ്യാഭ്യാസം, ലോകത്തിൻ്റെ വിദ്യാഭ്യാസം ഇല്ലാത്ത മാതാപിതാക്കളെങ്കിലും ആത്മീയമായിട്ട് ഒത്തിരി അറിവുള്ളവരാണ് എൻ്റെ മാതാപിതാക്കൾ. അങ്ങനെ ഞങ്ങൾ വളർന്നു ഒത്തിരി സന്തോഷത്തിലും സമാധാനത്തിലും. അങ്ങനെ ഇരിക്കുമ്പോഴേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ബന്ധം ഈശോയുമായിട്ട് എനിക്കൊരു അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഏകദേശം 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും കൊച്ചു വിഷമങ്ങളോ വേദനകളോ ഉണ്ടാകുമ്പോൾ ഓടിച്ചെല്ലുക ഈശോയുടെ തിരുഹൃദയ രൂപത്തിൻ്റെ മുൻപിലേക്കായിരിക്കും. അത് ഞാൻ ഉറങ്ങുന്നതിന് പലപ്പോഴും എൻ്റെ വിഷമങ്ങൾ വേദനകളെല്ലാം ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഈശോയ്ക്ക് ലെറ്റർ എഴുതുന്ന ഒരു സമ്പ്രദായം, ഒരു സ്വഭാവം എനിക്കന്നുണ്ടായിരുന്നു. ഏതെങ്കിലും കൊച്ചു വേദന എന്നെ അലട്ടുമ്പോൾ ഞാനിങ്ങനെ ഈശോയ്ക്ക് ബുക്കിൻ്റെ പേപ്പർ വലിച്ചെടുത്തിട്ട് അതിലിങ്ങനെ പ്രകാരം എഴുതും. എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ ഈശോ ചേട്ടായി അറിയുന്നതിന് കുഞ്ഞുമേങ്ങൾ എഴുതുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലെ എല്ലാ വിശേഷങ്ങളും എന്തു തന്നെയാണോ അലട്ടുന്ന വേദനകൾ, നൊമ്പരങ്ങൾ, അതെല്ലാം ഞാൻ ആ ബുക്കിൻ്റെ പേപ്പറിൽ എഴുതുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈശോ എനിക്കൊരു വ്യക്തിയായി അന്ന് അനുഭവപ്പെട്ടു. പക്ഷെ അത് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നും എനിക്കറിയില്ല. എങ്കിലും എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നു അത് പരിശുദ്ധാത്മാവായിരുന്നു അതെന്നെ കൊണ്ട് ചെയ്യിച്ചിരുന്നത് എന്ന്. അങ്ങനെ ഞാൻ എഴുതും. ആ ബുക്കിൻ്റെ പേപ്പറെല്ലാം എഴുതി കഴിയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ വേദനയോ നൊമ്പരങ്ങളോ എന്തു തന്നെയായാലും എഴുതി കഴിയുമ്പോൾ ആ പേപ്പർ ഞാൻ 4ആയി മടക്കുമായിരുന്നു. ആ പേപ്പർ മടക്കി അതിൻ്റെ പുറത്ത് ഞാൻ ഇപ്രകാരം അഡ്രസ് എഴുതും: ഈശോ, സ്വർഗം, വീട്, മാതാവ് വഴി. ഇങ്ങനെ ഞാനൊന്നും പറയാതെ ബാല്യത്തിൽ പോലും എനിക്ക് ഇന്ന് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒന്ന് മാത്രമായിരുന്നു എന്ന്. അങ്ങനെ സന്തോഷത്തിലും സമാധാനത്തിലൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. ഞങ്ങളുടെ വികാരിയച്ഛൻ പോലും അടുത്ത് അത്രമാത്രം ഇടവകയുമായിട്ട് അടുത്ത ബന്ധവും ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴും പോലും അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ 1997 കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ശക്തമായ ഒരു തകർച്ച, സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയുണ്ടായി.
സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് ഞാൻ എല്ലാവരും തകർക്കപ്പെട്ടൊരവസ്ഥ, മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്താൻ പോലും പറ്റാത്ത വിധം തകർന്ന അവസ്ഥയിൽ ഇനി ജീവിതത്തെ ആത്മഹത്യ മാത്രം ഞങ്ങളുടെ മുന്നിൽ വഴിയുള്ളപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നട്ടം തിരിയുന്ന ഒരു സാഹചര്യം. എങ്കിലും ആരും പതറാതെ നിൽക്കുന്ന ഒരു കാലഘട്ടം. ആ നിമിഷങ്ങളെ ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ഓർക്കുമ്പോഴിങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കയറി വന്നു എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യം. അന്നാ ദിവസം 1997 ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെയേറെ തകർന്ന് ഞങ്ങൾക്കുണ്ടായിരുന്ന കിടപ്പിടം പോലും വിറ്റ് അയൽവക്കത്തെ പറമ്പിലേക്ക് വീട്ടു സാധനങ്ങളെല്ലാം വാരിയിട്ട് കൊണ്ടിരിക്കുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താതെ, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും പരസ്പരം കുറ്റപ്പെടുത്താതെ ആ സഹനത്തെ ഒരേപോലെ അതിനെ നേരിടുകയായിരുന്നു, സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെ അടുത്ത പറമ്പില് വീട്ടു സാധനങ്ങളെല്ലാം വാരിയിട്ടുകൊണ്ട് അവിടെ പറമ്പിനെ കുറിച്ച് പറഞ്ഞാൽ തെങ്ങ്, കവുങ്ങ്, പിന്നെ പ്ലാവുകയെല്ലാം വാഴ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ പറമ്പിലായിട്ട് വീട്ടു സാധനങ്ങൾ വാരിയിട്ടത്. അന്ന് വാങ്ങിച്ചവർ ഞങ്ങളോട് പറയുണ്ടായി, ആദ്യം നിങ്ങൾക്ക് ഞങ്ങൾ വാടകയ്ക്ക് തരാം. ഞങ്ങളത് വിശ്വസിച്ചിട്ടാണ് വേറെ ഒന്നും നോക്കാതിരുന്നത്. എന്നാൽ ആധാരം കഴിഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. അങ്ങനെ വീട്ടു സാധനങ്ങളെല്ലാം പറമ്പിൽ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയുടെ മണിക്കൂറുകൾ എഴുതി നീങ്ങുന്നു. വീട്ടിലൊരു സോഫയുണ്ട്, അതിനരികില് വിശുദ്ധ ഗ്രന്ഥവും തിരുഹൃദയത്തിന്റെ രൂപവും മാത്രം അവിടെ നീക്കി സുരക്ഷിതമായി എന്ന പോലെ മാറ്റിവെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം പറമ്പിനരികിലേക്ക് പലയിടത്തേക്ക് വാരിയിട്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞ് 1 മണിയോട് അടുത്ത് കാണും എന്ന് തോന്നുന്നു. ആ സാഹചര്യത്തില് ഞാൻ അറിയാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിശുദ്ധ ഗ്രന്ഥം കെട്ടിപ്പിടിച്ചുകൊണ്ട്. ആ ദിവസത്തിന്റെ ഇരുട്ടിനെ കുറിച്ച് പറഞ്ഞാല്, ദിവസത്തെ കുറിച്ച് പറഞ്ഞാല്, ആകാശത്ത് ഒരു മിന്നാമിനുങ്ങോ, ആകാശത്തൊരു നക്ഷത്രമോ, ഭൂമിയിൽ ഒരു മിന്നാമിനുങ്ങോ ഇല്ലാത്ത അത്രയും കഠോരമായ രാത്രി. ഒരു തരി വെളിച്ചം പോലുമില്ല. ആകാശത്തൊരു നക്ഷത്രമോ ഭൂമിയിൽ ഒരു മിന്നാമിനുങ്ങോ പോലും ഇല്ലാത്ത ദിവസം. അങ്ങനെ ഞാൻ വിശുദ്ധ ഗ്രന്ഥം മാത്രം കയ്യിലെടുത്തു. വിശുദ്ധ ഗ്രന്ഥം നെഞ്ചോട് അടക്കി പിടിച്ചുകൊണ്ട് ഞാൻ കരയാൻ തുടങ്ങി. കരഞ്ഞ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പുറം ഭാഗം നനഞ്ഞു കുതിർന്നു. അപ്പോൾ ഇപ്രകാരം എന്റെ മനസ്സിൽ നിന്നൊരു പ്രാർത്ഥന ഉയർന്നു. ഞാൻ അറിയാതെ തന്നെ പ്രകാരം പറഞ്ഞു, എന്റെ ഈശോയെ, പാപിനിയായ സ്ത്രീ അന്ന് കണ്ണുനീർ കൊണ്ട് നിന്റെ പാദങ്ങൾ കഴുകിയെങ്കിൽ പാപിയായ ഞാൻ ഇന്ന് വചനമാകുന്ന നിന്നെ കണ്ണുനീർ കൊണ്ട് കഴുകുന്നു. എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിച്ചു? ഇപ്രകാരം ചോദ്യവുമായി ഞാൻ ഈശോയുടെ മുമ്പിൽ ഇത്രമാത്രം ചോദിച്ചു. ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെ നിന്നെ ഇത്രമാത്രം സ്നേഹിച്ചിട്ട്, നീ എന്റെ എല്ലാം ആയിരുന്നിട്ട്, എന്റെ ഈശോ ചേട്ടായി മാത്രമായിരുന്നിട്ട് എന്തുകൊണ്ട് ഈ തകർച്ചയിൽ ഞങ്ങളുടെ കുടുംബവും ഞങ്ങൾ തകരേണ്ടി വന്നു? ഇതിന് ഉത്തരം പറയണം. ഈശോയുടെ മുമ്പിൽ പിടിവാശിയോടെ കരയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രി ഏകദേശം 1 മണിയോട് അടുത്ത് കാണും. പെട്ടെന്ന് ആരോ എന്നോട് വിശുദ്ധ ഗ്രന്ഥം തുറക്കുക എന്ന് ആരോ പറയുന്നത് പോലെ ഞാൻ ആ വിശുദ്ധ ബൈബിൾ തുറന്നപ്പോൾ ആ എഴുതാത്ത ഭാഗത്ത് നിന്ന് മുകളിലായിട്ട് കുറച്ച് പ്രകാശം എന്റെ കണ്ണിലേക്ക് പതിയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എനിക്ക് ഇതിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. പിന്നെ ഒരു കുത്ത് വീണ്ടും, എനിക്ക് ഇതിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതിന്റെ നാശത്തിലുള്ള പദ്ധതിയല്ല. ഞാൻ എന്റെ കാനാദേശത്തേക്ക് നിന്നെ കൊണ്ടുപോകും. വീണ്ടും നിനക്ക് നഷ്ടപ്പെട്ടതായ ഓരോന്നായി ഞാൻ തിരികെ തരുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിലുള്ള പദ്ധതിയല്ല, നിന്റെ ക്ഷേമത്തിലുള്ള പദ്ധതി. വീണ്ടും അവിടെ നിന്ന് പറയുന്നു, എന്റെ കാനാദേശത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഓരോന്നായി തിരികെ തരുമെന്ന്. അതെ പ്രിയപ്പെട്ടവരെ, ഞാൻ മറുതിരിച്ചുകൊണ്ട് ഈശോയുടെ രാത്രിയിൽ ചോദിച്ചു, എവിടെയാണ് നിന്റെ കാനാദേശം? ഇനി എവിടെയാണ് നിന്റെ കാനാദേശം? എന്താണ് നിനക്ക് എന്നെ കുറിച്ചുള്ള പദ്ധതി? വീണ്ടും ഇപ്രകാരം എല്ലാം ഞങ്ങളുടെ മരണത്തിന്റെ മുൻപിലാണ് ഞങ്ങളിപ്പോൾ. ഇനി ഞങ്ങളുടെ മുമ്പിൽ ഒരു വഴികളുമില്ല. അപ്പോഴാണ് നീ പറയുക, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. എന്റെ കാനാദേശത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഓരോന്നായി തിരികെ തരും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ആ ജീവിതത്തിന്റെ പച്ചയായ അനുഭവങ്ങളില്, ആ വേദനകളില് മുന്നോട്ട് പോകാൻ ക്രിസ്തുവല്ലാതെ മറ്റാരും ആശ്രയമില്ല. എങ്കിലും ഈശോയുടെ ഓരോ ചോദ്യങ്ങൾ, എന്തുകൊണ്ട് പ്രകാരം സംഭവിച്ചു? എന്തുകൊണ്ട് പ്രകാരം സംഭവിച്ചു?
സംഭവിച്ചു. പ്രിയമുള്ളവരെ, അവിടെ റോമ 8:28 പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി മാറ്റുന്നു. അതെ, അങ്ങനെ ഞങ്ങൾ 14 ദിവസത്തോളം ആ പറമ്പിൽ താമസിക്കുകയായിരുന്നു. ആ പറമ്പിൽ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിട്ട് അതിനോട് വീട്ടു സാധനങ്ങളെല്ലാം വാരിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 25 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കടന്നുപോയ ആ സ്ഥലത്തുള്ളവര്, അവിടെ ആദ്യം താമസിക്കുന്ന സ്ഥലത്ത് ഉള്ളവര് ഒരു തീരുമാനം നാട്ടിലോട് തീരുമാനിച്ചു. ആ പാവം കുടുംബം എന്തുകൊണ്ട് പ്രകാരം സംഭവിച്ചു അവരും ചോദിച്ചു. അതിന് നീയും അവരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ അവർ ആത്മഹത്യ ചെയ്തേക്കാം എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് അവിടെ ഞങ്ങൾ അറിയാതെ ഞങ്ങൾക്ക് ഒരു ഷെഡ് വെച്ച് കെട്ടി. ഞങ്ങൾ അറിയുന്നത് അവർ ഉത്തരം വയ്ക്കുന്ന രാത്രിയിലാണ് ഞങ്ങൾക്കായി അവിടെ ഷെഡ് വെച്ച് കെട്ടിയത് അറിയുന്നത്. അങ്ങനെ ഞങ്ങളുടെ കുടുംബം അവിടെ ഇപ്പോൾ താമസിക്കുന്നിടത്തെത്തി. പ്രിയമുള്ളവരെ, അവിടെ എത്തി ഏതാനും ഒത്തിരിയേറെ വിഷമങ്ങളും വേദനയോടെ കടന്നുപോയി. എന്നാൽ പലരും ചോദിക്കുകയുണ്ടായിരുന്നു, ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് എന്റെ ഇപ്രകാരം സംഭവിച്ചത്? കാരണം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഏകദേശം 1.25 മണിക്കൂറൊക്കെ ഉണ്ടാകുമായിരുന്നു. ഞങ്ങളുടെ വീട്ടുകാരെല്ലാം രാത്രി സമയങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം പ്രാർത്ഥനയുടെ ദൈർഘ്യം കൊണ്ട് അവർ പറയും, പാട്ടുകുർബാനയ്ക്ക് കരയുന്നതുപോലെയാണ് ആ കുടുംബത്തില്. അതിനാൽ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം മാത്രമേ പലർക്കും അവിടെ വീട്ടിലോട്ട് വരാൻ വീട്ടുകാർക്ക് പോലും ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. അത്രമാത്രം പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിച്ചു? ഈ ചോദ്യം പലരുടെയും മുൻപിലെത്തി. എല്ലാവരും ചിന്തിക്കുന്ന പ്രകാരമാണ്, ചോദിക്കുന്ന പ്രകാരമാണ്, ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് എന്തിയെ ഇപ്രകാരം സംഭവിച്ചത്? ഇതേ ചോദ്യം തന്നെ എന്റെ മനസ്സിൽ ആവർത്തിച്ചു. ഇത്രമാത്രം നിന്നെ സ്നേഹിച്ചിട്ട് ഓർമ്മ വെച്ച് 40 ഇതുവരെ നിന്നെ ഈശോ ചേട്ടാ ഇതിന് ഇത്രമാത്രം ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത്രമാത്രം തകർച്ചകൾ സംഭവിച്ചു? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങള്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, ഇനി അധികം ഒന്നും പ്രാർത്ഥനയൊന്നും വേണ്ട, പക്ഷെ എത്ര പള്ളിയിൽ പോകുമെന്ന് വേണ്ട, അങ്ങനെയൊക്കെ തീരുമാനിച്ചു. കുറച്ച് നാളുകൾ അങ്ങനെ മാറി നിന്നു. പക്ഷെ ഒരു ദിവസം രാത്രിയിൽ, ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങിക്കൂടി പെട്ടെന്ന് തന്നെ തട്ടി വിളിക്കുന്നൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. തട്ടി വിളിച്ചുകൊണ്ട് ഇപ്രകാരം എന്നോട്, എഴുന്നേൽക്കുക, നീ പോട്ട് ആശ്രമത്തിലേക്ക് പോവുക. അതെന്നെ വല്ലാതെ സ്പർശിച്ച് എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. കരഞ്ഞുകൊണ്ട് ഞാൻ തീരുമാനമെടുത്തു പോട്ടാശ്രമത്തിലേക്ക് പോകാനായിട്ട്. എന്നാൽ ഞാൻ പോട്ടാശ്രമത്തിൽ പറഞ്ഞ പോലെ തന്നെ തീരുമാനമെടുത്ത് എൻ്റെ മനസ്സിൽ തോന്നി അതേ അവസ്ഥ തീരുമാനമെടുത്തു. ഇനി പോട്ടാശ്രമത്തിലേക്ക് നാളെ കടന്നു പോകാം. ഞാൻ രാവിലെ എഴുന്നേറ്റു, പോട്ടാശ്രമത്തിലേക്ക് പോകാൻ തയ്യാറായി. അതൊരു ഞായറാഴ്ചയായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും മാസങ്ങൾക്ക് ശേഷം പോട്ടാശ്രമത്തിലേക്ക് ശുശ്രൂഷയിൽ പങ്കെടുക്കാനായി കടന്നു ചെന്നു. അപ്പോഴും ഞാൻ കാണുന്നത് തലേ രാത്രിയിലെ ക്രൂശിത രൂപം ഞാനിങ്ങനെ ഉറക്കത്തിൽ കാണുകയാണ്. ക്രൂശിത രൂപം, ആ ക്രൂശിത രൂപത്തിന് കൈകൾ എടുത്തുകൊണ്ട് മാടി വിളിക്കുന്ന ഈശോയെ ഞാൻ കണ്ടു. ശിരസിൽ ഉൾക്കിരീടം അണിഞ്ഞ് രക്തം ഒഴുകുന്ന മുഖം ഞാൻ കണ്ടു. ഞാൻ ഇറങ്ങി ചെന്നു. പോട്ടാശ്രമത്തിൽ പടി കയറി കടന്നു ചെന്നപ്പോൾ ആ താരയിലേക്ക് നോക്കിയപ്പോൾ ആ രാത്രിയിൽ കണ്ട ക്രൂശിത രൂപം അതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഞാൻ ഇപ്രകാരം അപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത്? നിന്നെ ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചതല്ലേ? എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത്രമാത്രം സംഭവിച്ചു? ഇത്രമാത്രം ഞങ്ങൾ തകർന്നു പോയത് എന്താണ് എന്ന് ആ ക്രൂശിത രൂപത്തെ നോക്കിക്കൊണ്ട് വീണ്ടും ഞാൻ കരയാൻ തുടങ്ങി. അങ്ങനെ അന്ന് ശുശ്രൂഷ നയിച്ചത് ഫാദർ ജോൺ കൺസീരിയസിനായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നി അച്ഛനെ ഒന്ന് കാണാമെന്ന് ആഗ്രഹിച്ചു. ഞാൻ വീണ്ടും അച്ഛനെ കാണാനായി കടന്നു. നല്ല നീണ്ട നിരയായിരുന്നു. കുറച്ചു സമയം അവിടെ നിന്നു. വീണ്ടും ഞാൻ തിരിച്ചു പോന്നു. പിന്നെ ഞായറാഴ്ചകളിൽ പോട്ടാശ്രമത്തിൽ പോവുകയും വിശുദ്ധമായ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോഴും സങ്കടവും വേദനയും എന്നെ വിട്ടുമാറാതെ നിന്നു. ഞാൻ തീരുമാനമെടുത്തു, എന്തായാലും ഈശോയുടെ പ്രകാരം ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോയെ, എനിക്ക് എൻ്റെ വേദനകൾ നൊമ്പരങ്ങൾ പറയാനായിട്ടൊന്ന് പങ്കുവെക്കാനായിട്ട് ഒരു പുരോഹിതനെ നീ കാണിച്ചു തരണം. അങ്ങനെ ഞാൻ അതിലൂടെ നടന്നുപോയി. പലരെയും കൗൺസിലിങ്ങിനായി പലരും എന്നെ വിളിച്ചു. എങ്കിലും ഒട്ടും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ തീരുമാനമെടുത്തു, ഒരു ആത്മാവിന്റെ മുൻപിലും ഞാൻ കൗൺസിലിങ്ങിന് പോകത്തില്ല. എനിക്കൊരു പുരോഹിതനെ വേണം. ഈശോയുടെ മുമ്പിൽ കരയാൻ തുടങ്ങി. എനിക്കൊരു പുരോഹിതനെ കാണിച്ചു തരണം. നീ ആഗ്രഹിക്കുന്ന പുരോഹിതനും എന്റെ ജീവിതത്തിലെ നൊമ്പരങ്ങൾ
കച്ചേരി അച്ഛൻ്റെ റൂമിൻ്റെ അരികിലെത്തി. എന്നാൽ കടന്നു പോകാൻ പറ്റാത്തത് തിരിച്ചു പോന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വീണ്ടും എത്തി. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ വീട് ഇപ്രകാരം എന്നോട് സംസാരിക്കുന്നതായി. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഈശോ ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത്: എഴുന്നേൽക്കുക, വിളക്ക് തെളിക്കുക. ഞാൻ പതിവ് പോലെ എഴുന്നേറ്റു. ആ വാക്കുകൾ കേട്ട പ്രകാരം എഴുന്നേറ്റിരുന്നു. വീണ്ടും വിളക്കെടുത്തു, വിളക്ക് തെളിച്ചു. വീട് ഇപ്രകാരം എന്നോട് പറഞ്ഞു: നീ പേപ്പർ എടുക്കുക. അന്ന് എൻ്റെ കയ്യിൽ പേപ്പറൊന്നും എനിക്കറിയത്തില്ല, എവിടെയോ പേപ്പറൊന്നും എനിക്കറിയത്തില്ല. വീടുകൾ പേന എടുക്കുക. അങ്ങനെ ഞാൻ വീടിൻ്റെ ഷെഡിൻ്റെ മുകളിൽ 2-3 പലകങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അറിയാതെ തന്നെ ഈ ഉറക്കത്തിൽ നടന്നുകൊണ്ട് ഇപ്രകാരമെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പെട്ടെന്ന് ആ പലകയിൽ നിന്ന് കൈ ഉയർത്തി പലകയിലോട്ട് വെച്ചപ്പോൾ കുറെ പേപ്പർ ഇരിക്കുന്നതായി കണ്ടു. എനിക്കറിയില്ല, ഇന്നും അറിയില്ല അവിടെ ആരാണ് അത് കൊണ്ടുവച്ചതെന്നോ. ഞാൻ കൈയെടുത്തു, ഒത്തിരി പേപ്പർ താഴോട്ട് വീണു. ആ പേപ്പർ ഞാൻ എടുത്തു. ഉടനെ മേശയുടെ വരി പോലെ ചെന്നപ്പോൾ ഒരു പേന കിട്ടി. ഞാനിത് എടുത്തു വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു: ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്താണ് ഇതിൽ എഴുതേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്രകാരം ഒരു മറുപടി ഉണ്ടായി: പരിശുദ്ധാത്മാവാണ് നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അത് ഇങ്ങനെ പറയുകയുണ്ടായി: നീ എഴുതുക, നീ എഴുതുക. ഞാൻ ചോദിച്ചു: എന്താണ് ഞാൻ എഴുതേണ്ടത്? പെട്ടെന്ന് ഇപ്രകാരം ഒരു മറുപടി: ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെ നിന്റെ ജീവിതത്തിൽ അനുഭവിച്ച നൊമ്പരങ്ങളും വേദനകളും എല്ലാം നീ ഈ പേപ്പറിലേക്ക് എഴുതി വെക്കുക. ഞാൻ എഴുതാൻ തുടങ്ങിയ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അന്ന് വരെയുള്ള ഓരോ സംഭവങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഞാൻ എന്തായിരിക്കുന്ന അവസ്ഥകളും എല്ലാം ഞാൻ ആ പേപ്പറിലേക്ക് പകർത്തി. ഓരോ പാരഗ്രാഫ് തിരിച്ചെഴുതിയിരുന്നത്. എന്നാൽ അതിനുശേഷം ഇന്ന് വരെ അതുപോലെ ഒന്നും എഴുതാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അത് മനോഹരമായിട്ട് എൻ്റെ ജീവിതത്തിലെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെയുള്ള ഓരോ സംഭവങ്ങളും അന്ന് വരെയുള്ള ഓരോ വേദനകളും നൊമ്പരങ്ങളും എല്ലാം പകർത്തി വെച്ചു. ശേഷം ഞാൻ ഇപ്രകാരം ഒന്ന് എഴുതി ചേർത്തു: എന്തുകൊണ്ട് ഇത്രമാത്രം നിന്നെ സ്നേഹിച്ചിട്ടും ഇത്രമാത്രം നിന്നോട് ചേർന്നിരുന്നിട്ടും എന്തുകൊണ്ട് ഇപ്രകാരം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു? ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴെന്നോട് ഇങ്ങനെ പറഞ്ഞ് മടക്കി എടുക്കുക. ഞാൻ 4 മടക്കി. പെട്ടെന്ന് എന്നോട് ഇപ്രകാരം എൻ്റെ മനസ്സിൽ പറയുന്നതായി എനിക്ക് തോന്നി: നീ ആ പേഴ്സിനകത്ത് വെക്കുക. ഞാൻ പോട്ടാശ്രമത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ആ പേഴ്സിനകത്തേക്ക് 4 മടക്കി വെച്ചു. ശാന്തമായി കിടന്നുറങ്ങി. പതിവ് പോലെ ഉണർന്നു. വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ അടുത്ത ഞായറാഴ്ചയായി. അടുത്ത ഞായറാഴ്ച ഞാൻ ഇതുപോലെ തന്നെ ശുശ്രൂഷ, കുർബാനയ്ക്കും മറ്റു ശുശ്രൂഷകൾക്കുമായിട്ട് കോട്ടാശ്രമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പതിവ് പോലെ ജപമാലയിൽ പങ്കെടുത്തു, വചന പ്രഘോഷതെല്ലാം പങ്കെടുത്തു. പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട് ആരോ എന്നോട് പറയുന്നത് പോലെ വീണ്ടും ഞാൻ കഞ്ചേരി അച്ഛൻ്റെ റൂമിനരികിലേക്ക് ചെന്നു. അത് ഡെയിലി ശുശ്രൂഷ നയിച്ചിരുന്നത് ഫാദർ ജോൺ കഞ്ചേരി അച്ഛനായിരുന്നു. അച്ഛൻ്റെ അടുത്ത് ചെന്നു. എനിക്ക് പതിയെ പോലെ ഞാൻ കടന്നു ചെന്നു. അച്ഛൻ എന്നോട് ചോദിച്ചു: എന്താണ്? കരഞ്ഞുകൊണ്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു: അച്ഛാ, എനിക്കൊന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല. അത്രമാത്രം വേദനകളും ദുഃഖങ്ങളുമാണ് എൻ്റെ മനസ്സിലുള്ളത്. അത്രമാത്രം നൊമ്പരങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത വിധം സങ്കടം നിറഞ്ഞ് സംസാരിക്കാൻ പോലും പറ്റാത്ത വിധം ഞാൻ തകർന്നിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഇപ്രകാരം എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു: അച്ഛനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എന്നെ പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഞാൻ ഇപ്രകാരം ആരെന്നോട് പറഞ്ഞു: മോളെ, ആ പേപ്പർ എടുത്ത് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. ഞാൻ ഉടനെ തന്നെ അച്ഛനോട് പറഞ്ഞു: അച്ഛാ, ഞാൻ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. എഴുതി കൊണ്ടുവന്ന ഈ ഷീറ്റ് എടുത്ത് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഏകദേശം 6-7 ഷീറ്റുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഷീറ്റ് അച്ഛൻ വാങ്ങി. അച്ഛൻ ഓരോന്നായി വായിക്കാൻ തുടങ്ങി. ഓരോ പേപ്പർ വായിച്ചു കഴിഞ്ഞ ശേഷവും ദയനീയമായിട്ട് എന്നെ നോക്കുന്ന ഒരു മുഖം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് പ്രിയപ്പെട്ടവരെ. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായിട്ട് വീണ്ടും അടുത്ത പേപ്പർ വായിക്കും, മറിച്ചിടും, അടുത്ത പേപ്പർ എടുക്കും. ഓരോ പേപ്പറും വായിച്ചു നീങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പുരോഹിതന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നതായി ഞാൻ കണ്ടു. അച്ഛനൊന്നും ശബ്ദിക്കാതെ കുറച്ചു സമയം എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. എന്നിട്ട് ഇപ്രകാരം എന്നോട് പറഞ്ഞു: മോളെ, എടുക്കാവുന്നവർക്കല്ലേ ചുമട് കൊടുക്കാനാവൂ. ഇത് കേട്ട നിമിഷം ഞാൻ ഒരു വാക്ക് മാത്രം പറഞ്ഞു: എന്നെ മാത്രമേ കണ്ടുള്ളൂ ഈ ചുമട് തരാനായിട്ട്. പ്രിയമുള്ളവരെ, അന്ന് അച്ഛനോട് ഇപ്രകാരം പറഞ്ഞു:
നിനക്ക് ഒത്തിരി പേരോട് ക്ഷമിക്കാനുണ്ട്. നിന്നെ വേദനിപ്പിച്ചവരോട് നീ ക്ഷമിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിന്റെ കുടുംബത്തെ വേദനിപ്പിച്ചവരോട് നീ ക്ഷമിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തെ തകർത്തവരോട് നിനക്ക് വിട്ടുകൊടുത്ത് തമ്പുരാന്റെ മുൻപിൽ വിട്ടുകൊടുത്ത് ക്ഷമിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും. കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതുമാത്രം സാധ്യമല്ല. അത്രമാത്രം ക്രൂരതയാണ് ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തത്. അത്രമാത്രം വേദനകളായിരുന്നു ഞങ്ങൾ ഏറ്റെടുത്തത്. ഞാൻ ഇപ്രകാരം അച്ഛനോട് പറഞ്ഞു, മറ്റെന്തെല്ലാം പറഞ്ഞാലും ചെയ്യാൻ വച്ചാ, പക്ഷേ ക്ഷമിക്കാതെ എനിക്ക് സാധ്യമല്ല. അത്രമാത്രം മുറിവുകൾ ഏറ്റിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അങ്ങനെ അച്ഛനെന്റെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ഇപ്രകാരം മാത്രം എന്നോട് പറഞ്ഞു, മോളെ നീ ക്ഷമിക്കുക. നീ ക്ഷമിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ ആവശ്യങ്ങളുണ്ട്, വൻ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കർത്താവിന്റെ പദ്ധതിക്കായിട്ട് നിന്നെ രൂപപ്പെടുത്തിയതാ. നിന്റെ സഹനങ്ങൾ നിന്നെ മാറ്റിമറിയിക്കും, നിന്റെ വേദനകൾ നിന്നെ മാറ്റിമറിയിക്കും. കാരണം കർത്താവിന് വേണ്ടി അനേകം കോടി ആത്മാക്കളെ നേടാൻ ദൈവം നിന്നെ ഉപയോഗിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് റൂമിൽ ഇറങ്ങി കുർബാനയ്ക്കായിട്ട് ബലിപീഠത്തിന്റെ മുൻപിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബലിപീഠത്തിന്റെ മുൻപിൽ ബലിയർപ്പിക്കാനായി ജോണച്ചനെത്തി. അച്ഛനും കുർബാന ആദ്യം മുതൽ പറയുക, ക്ഷമിക്കുക മക്കളെ, ക്ഷമിക്കുക. ഞാൻ ബലിപീഠത്തിന്റെ മുൻപിൽ ഏകലടിച്ച് കരയാൻ തുടങ്ങി. അച്ഛനെ പ്രകാരം പറഞ്ഞു, ക്ഷമിക്കും മക്കളെ, എനിക്കറിയാം അന്ന് കക്ഷീരിച്ച് ബലിയർപ്പിച്ചത് എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇതാ കുർബാനയുടെ മധ്യത്തിൽ വീണ്ടും അച്ഛൻ ഇപ്രകാരം പറഞ്ഞു, ക്ഷമിക്കുക. ഈശോയുടെ തിരുശരീര രക്തങ്ങളായി ഉയർത്തുന്ന നിമിഷങ്ങളിലും അച്ഛൻ പറഞ്ഞു, ഇതാ ഈ കാസ്രയിലേക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ വേദനകളെ, നൊമ്പരങ്ങളെ, നിങ്ങളെ വേദനിപ്പിച്ചവരെ ഇതാ ഇതിലേക്ക് സമർപ്പിക്കുക. പൊന്നു മക്കളെ, ദൈവസന്നിധികൾ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക, വിട്ടുതരിക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ഒത്തിരി പേരോട് ക്ഷമിക്കാനുണ്ട്. പക്ഷേ നീ എനിക്ക് കൃപ തന്നാൽ ഞാൻ ക്ഷമിക്കാം. നീ എനിക്ക് കൃപ തന്നാൽ ഞാൻ ക്ഷമിക്കാം. ഞാൻ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണമായും കാസയിലേക്ക് ഞാൻ വെച്ചു കൊടുത്തു. തമ്പുരാനെ, ഇതാ നീ എനിക്ക് കൃപ തന്നാൽ ഞാൻ ക്ഷമിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതം എന്ന് പറയട്ടെ, ആ പരിശുദ്ധ കുർബാനയിൽ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. എന്നെ വേദനിപ്പിച്ചവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കാൻ വേണ്ടി കൃപയ്ക്കായി യാചിച്ചുകൊണ്ട് ആ പരിശുദ്ധ ബലി ഞാൻ അർപ്പിച്ചു. ആ ബലിയുടെ അവസാനം ഇതാ ബലി പൂർത്തിയായപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നും വലിയ ഭാരം ഇറങ്ങിപ്പോകുന്ന അനുഭവം ഉണ്ടായി. അന്ന് എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചു, എന്നെ വേദനിപ്പിച്ച ഓരോ വ്യക്തികളോടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ജീവിതത്തിൽ ആ നിമിഷം മുതൽ ദൈവം എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ഞായറാഴ്ചകളിലും പ്രാർത്ഥനയ്ക്കായി കടന്നു പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ മുരിയാട് ആശ്രമത്തിൽ 3 ദിവസത്തെ ദിവ്യകാരുണ്യ ആരാധനയുണ്ടായിരുന്നു. അറിഞ്ഞു, എന്തിനേറെ ഇഷ്ടമുള്ള ഒരു കാര്യം ആരാധനയുടെ സന്നിധിയിലായിരിക്കുക എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന, എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോ, ആ സാന്നിധ്യം ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. അതുപോലെ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പെരിയൽ മുരിയാട് CST ഫാദേഴ്സിന്റെ പെരിയൽ ആശ്രമത്തിലെ 3 ദിവസത്തെ ദിവ്യകാരുണ്യ ആരാധന രാത്രിയും പകലും അങ്ങനെ അങ്ങോട്ട് കടന്നു ചെന്നു. ആദ്യ ദിവസം ഇങ്ങനെ കഴിഞ്ഞു. ആദ്യ ദിവസം തന്നെ ആരാധന കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശുശ്രൂഷയുടെ ആരാധനയുടെ സമയത്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് കടന്നു വരുമ്പോൾ അത്ഭുതകരമായി എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു. അവിടെ ഒത്തിരി മന്ദബുദ്ധികളും വികലാംഗരുമായ ഒത്തിരി മക്കളുണ്ട്. ആരാധന ശ്രദ്ധിക്കപ്പെടാത്ത, ആർക്കും വേണ്ടാത്ത കുഞ്ഞുമക്കൾ, അവരെ നോക്കുന്ന വൈദികർ അവിടെയുണ്ട്. അന്ന് എനിക്ക് അവരെ ആരെയും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ ഇവരോടൊപ്പം തന്നെ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഇവരോടൊപ്പം കഞ്ഞി കുടിക്കാനായിട്ട് ഇരിക്കുമ്പോൾ കൂട്ടത്തില് ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തി ആ കൂട്ടത്തിലുണ്ട്.
ആകെ അറിയത്തില്ല. അങ്ങനെ ഞാനിങ്ങനെ അവരെ ശ്രദ്ധിച്ചു എന്നവരെയും ഒത്തിരി സങ്കടമൊക്കെ തോന്നി എല്ലാവരും കണ്ടപ്പോഴേ. പിന്നെ മനസ്സിൽ തോന്നി ദൈവം എത്ര മനോഹരമായി ദൈവം നമ്മളെയൊക്കെ സൃഷ്ടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരന് ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് വേറെ കുഴപ്പമൊന്നും കാണുന്നുമില്ല, മാനസിക പ്രശ്നമുള്ള വ്യക്തികൾ ആ കൂട്ടത്തിലുണ്ട്, അത് അങ്ങനെയും തോന്നുന്നില്ല, വികലാംഗരല്ല. അപ്പം അന്നേരം ചിന്തിച്ചു ഇത് കുട്ടികളെ നോക്കാൻ നിൽക്കുന്ന വ്യക്തിയായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞു. അന്ന് വൈകുന്നേരം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. രാത്രിയുടെ ആരാധനയുണ്ട്. ഞങ്ങൾ മാറി മാറി എല്ലാ ആരാധനയിലിരുന്നു. ഒത്തിരി സന്തോഷമായി. പിറ്റേ ദിവസം ബലിയർപ്പിക്കാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടി. ബലിയർപ്പിക്കാനായി വന്നു കഴിഞ്ഞപ്പോൾ ബലിയർപ്പിക്കാനായി വന്നത് പ്രിയപ്പെട്ടവരെ എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ വേദനിപ്പിച്ചു. ബലിയർപ്പിക്കാനായി കടന്നു വന്നത് അന്ന് ഫാദർ ജോർജ് കുഴിക്കാട്ട് അച്ഛനായിരുന്നു. ആ തലേ ദിവസം കണ്ട ആ യുവാവ് എന്റെ മനസ്സിലൊക്കെ ഒത്തിരി വേദന തോന്നി. ഞാൻ ആ ബലി കണ്ണുനീരോടെയാണ് ഞാൻ ആ ബലി അർപ്പണം പൂർത്തിയാക്കിയത്. വീണ്ടും അന്ന് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ ചായക്കായി വിടുമ്പോൾ ഒരച്ഛൻ ആ കുഞ്ഞുങ്ങൾ ഓരോരുത്തരെ എടുത്തുകൊണ്ട് പോയി കുളിപ്പിച്ച് മുടിയെല്ലാം വെട്ടി ഓരോരുത്തരെ തോർത്തി എടുത്തുകൊണ്ട് വരുന്നതായിട്ട് കാണാനിടയായി. അത് ഫാദർ പെന്നി കിഴക്കേടച്ചനായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെ ശുശ്രൂഷകളെ എൻ്റെ മനസ്സിനെ വല്ലാതെ ഇവിടെ ഉലച്ചു. രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റില്ല. ഞാൻ ചിന്തിച്ചു, ദൈവമേ ഇങ്ങനെയുള്ള പുരോഹിതര് ഭൂമിയിലുണ്ടോ? ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇവർക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? കർത്താവിന് വേണ്ടി അന്ന് ഞാൻ അവിടെ വെച്ച് തീരുമാനമെടുത്തു, ഇനിയുള്ള എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി ഞാൻ കൊടുക്കും. ഇനി ഞാൻ ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി മാത്രമാണെന്നും ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കുമെന്ന തീരുമാനവുമായി 3 ദിവസത്തെ ദിവ്യകാരുണ്യ ആരാധനകൾ ഞാൻ വീട്ടിലേക്ക് മടങ്ങി. അന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചത് തന്നെ. ഞാൻ തീരുമാനമെടുത്ത് ഇനി ഈ ലോകത്ത് മറ്റൊന്നും വേണ്ട, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. അത് ദൈവം ആഗ്രഹിക്കുന്ന വിധം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ആ തീരുമാനം എടുത്തുകൊണ്ടാണ് ഞാൻ വീട്ടിലെത്തിയത്. എന്നാൽ അതൊരു പുതിയ ജീവിതത്തിന് തുടക്കമായിരുന്നു. അന്ന് വീണ്ടും ഞാൻ അച്ഛനോട് ബെന്നിച്ചനോട് ചോദിക്കുകയുണ്ടായി, ഞാൻ ഇവിടെ വന്നോട്ടെ എന്തെങ്കിലും ശുശ്രൂഷയ്ക്കായിട്ട്. അച്ഛൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, സഹോദരി എപ്പോൾ വേണമെങ്കിലും വന്നോളൂ. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പെരിയയിൽ ചെന്ന് ശുശ്രൂഷ അവരെ സഹായിക്കുകയും ധ്യാനങ്ങളിൽ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ അത്ഭുതകരമായിട്ട് ദൈവം എന്നെ അവിടെ എത്തിച്ചതാണ്. അതിനുശേഷം വളരെയേറെ മനോഹരമായിട്ട് ഈ CST ഫാദേഴ്സിന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നു. ഒരിക്കലും 4 പേരുടെ മുൻപിൽ നിന്ന് സംസാരിക്കാനോ ഒരു വാക്ക് പറയാനോ 4 പേരെ കാണുമ്പോൾ ഓടിയൊളിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ വൈദികരുടെ ശുശ്രൂഷയിലൂടെ ഇവിടെ കൂടെയായിരുന്നു കൊണ്ട് ഇപ്പോൾ ഒത്തിരിയേറെ ശുശ്രൂഷകൾ ചെയ്യാൻ, കർത്താവിന്റെ വചനം കയ്യിലെടുക്കാൻ അവിടെ നിന്ന് ഒരുക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ പോലും എനിക്കറിയത്തില്ലായിരുന്നു. കാരണം മറ്റുള്ളവർ പാടുമ്പോൾ കേട്ടു നിൽക്കല്ലാതെ ദൈവം മനോഹരമായിട്ട് ഒത്തിരി ഗാനങ്ങൾ എഴുതാൻ എനിക്ക് അവസരം തന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവിന്റെ മനോഹരമായ ശുശ്രൂഷകൾക്ക് വചന പ്രഘോഷണം പല ശുശ്രൂഷകളിലൂടെ കർത്താവ് മനോഹരമായി നയിക്കുന്നു. അവിടുന്ന് പറയുകയുണ്ടായ രാത്രിയിൽ 1 മണി സമയത്ത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി ചേർത്തുന്ന പോലെ മുകൾ ഭാഗത്ത് ഞാൻ വായിച്ചത് ഞാൻ പറഞ്ഞുവല്ലോ. അവിടെ പറഞ്ഞു, എനിക്ക് ഇതിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതേ തകർച്ചകളുടെ വേദനയോടെ കടന്നു പോകുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്ന നിമിഷമാണ്, സമയമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നാം നിന്നു കൊടുക്കുമ്പോൾ അവൻ നമ്മെ എടുത്തുപയോഗിക്കും. ആ നാളുകളിൽ ദൈവത്തിന്റെ കരങ്ങളിൽ പൂർണ്ണമായി ജീവിതത്തെ സമർപ്പിച്ചു. ഇന്ന് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. CST ഫാദേഴ്സിന്റെ കൂട്ടത്തില് അവരുടെ സെന്ററുകളിൽ തന്നെ ശുശ്രൂഷ, ബാംഗ്ലൂർ RRCയില്, പിന്നെ ചൂണ്ടി, ഇങ്ങനെ സ്നേഹാലയം, മറ്റു പല വൈദികരുടെയും കൂടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കർത്താവ് മനോഹരമായിട്ട് എടുത്തുപയോഗിക്കുന്നു. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ നൊമ്പരങ്ങളെയും വേദനകളെയും ഇതാ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നീ വേദനിക്കുന്ന അവസ്ഥയാണോ, നൊമ്പരപ്പെടുന്ന ഏതൊരവസ്ഥയാണോ, ഇതോ കർത്താവിന് നിന്നോട് സംസാരിക്കുന്ന അവസരമാണിത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി തന്നെ അർപ്പിക്കുന്നു.
ഈ വചനം നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിൻകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ക്ലേശങ്ങളിൽ, നമ്മുടെ വേദനകളിൽ ദൈവത്തിരുമുഖം കണ്ടുകൊണ്ട്, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട്, എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും നൊമ്പരങ്ങളും എല്ലാം ഇത് ദൈവം സംസാരിക്കുന്ന കേൾക്കുന്നൊരവസരമായി, എൻ്റെ ജീവിതത്തെ ദൈവത്തിലേക്ക് തിരിക്കുന്നൊരു നിമിഷമായി കണ്ടുകൊണ്ട്, പൂർണ്ണമായി ദൈവകരങ്ങളിൽ ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്, നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്